ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുവചന സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമുക്കെല്ലാവർക്കുമായിട്ട് നൽകുന്ന അതിമനോഹരമായ സവിശേഷമായ സുവിശേഷ സന്ദേശങ്ങളുണ്ട്. ഈ വചനത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടതും വായിച്ചതും ഇപ്രകാരമാണ്: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, പൈശാചികമായ എല്ലാ പരീക്ഷകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവിന് മുക്തി കിട്ടിയതും മോചനം ലഭിച്ചതും അതിനെ അതിജീവിക്കാൻ സാധിച്ചതും പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചത്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനായി ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന്. ആരുടെയൊക്കെ കൂടെയാണോ ആത്മാവിൻ്റെ അതിശക്തമായ സാന്നിധ്യമുള്ളത്, അവരെ എല്ലാവരെയും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് കാത്തു സംരക്ഷിക്കും. ഹല്ലേലൂയ. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സുവിശേഷത്തിൽ 3 തരത്തിലുള്ള പ്രലോഭനങ്ങളെയാണ് കർത്താവ് അതിജീവിക്കുന്നത്. ഒന്നാമതായി നമ്മൾ കണ്ടു, ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ച് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് പ്രലോഭകൻ അടുത്തെത്തി ഈശോയുടെ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ പരീക്ഷ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, എപ്പോഴാണ് ഈശോയെ പിശാച് പരീക്ഷിക്കുന്നതെന്ന്. എപ്പോഴാ പരീക്ഷയ്ക്ക് മുന്നോട്ട് വരുന്നത്? ഏറ്റവും അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ 40 ദിവസം ഭക്ഷണം കഴിക്കാതെ പഞ്ഞം കിടന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിച്ചപ്പോൾ ആ സമയത്താണ് പിശാച് വരുന്നത്. അതിൻ്റെ അർത്ഥം ഇനി ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് നീങ്ങാൻ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയേറെ വിശന്നപ്പോഴാണ് ഈശോയുടെ അടുത്തേക്ക് പിശാച് വരുന്നത്. അതായത് നമ്മളെയും പിശാച് പരീക്ഷിക്കാൻ, തകർക്കാനായിട്ട് വരുന്നത് ഇന്ന കാര്യം ചെയ്യാതെ ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുമ്പോഴാണ്. പാപം ചെയ്യാനായിട്ട് എല്ലാ സാഹചര്യവും ഒത്തുവരുമ്പോഴാണ് പിശാച് ഉള്ളിലിരുന്ന് പറയുന്നത്, ഇത് തന്നെയാണ് അവസരം, ഇപ്പം നീ പാപം ചെയ്തോ, ആരും അറിയില്ല, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളെയും പിശാച് പ്രേരിപ്പിക്കുന്നത്, പ്രലോഭനങ്ങൾക്ക് അടിമയാക്കാൻ നോക്കുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തുവരുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ വചനത്തിൽ നമ്മൾ കണ്ടത്, കർത്താവിന് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങേയറ്റം വിശപ്പ് അനുഭവപ്പെട്ട സമയത്ത് പ്രലോഭകൻ വന്നു. അതിന് പകരം ഈശോ ഇങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന നേരത്ത് പ്രലോഭകൻ വന്നിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക, ഇതേ ആ കല്ലിനെ അപ്പമാക്കി നീ അത് ഭക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ കർത്താവ് മൈൻഡ് ചെയ്യുമോ? നമുക്കും വേണ്ട, ഈശോയ്ക്കും വേണ്ട. നമ്മളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെ വയറ് നിറയെ കഴിച്ച് ഇങ്ങനെ കിടക്കുന്ന നേരത്ത് ആരെങ്കിലും വന്ന് കുറച്ച് ചോറും കൂടെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ഓ അതൊന്നും വേണ്ട, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന്. പ്രലോഭകൻ വന്ന് ഈശോയോട് പറയുന്നത് അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുന്ന നേരത്തല്ല, അങ്ങേയറ്റം വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്താണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഏത് നേരത്തും, അത് എൻ്റെ ജീവിതത്തിലായാലും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലായാലും ഏതെങ്കിലുമൊക്കെ പരീക്ഷകൾ വരുന്നത്, പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് പറ്റിയ സന്ദർഭം നോക്കിയാണ് പിശാച് നമ്മളെ വീഴിക്കാൻ നോക്കുന്നത്. ഈശോ പറഞ്ഞ ഉത്തരം, ഈശോയുടെ പിശാച് പറഞ്ഞു, ഇതാ നിനക്ക് ഇത്രയേറെ വിശക്കുന്നുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യ്, ആ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞ് അത് ഭക്ഷിച്ചോ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ ഉത്തരം
നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ തരത്തിലുള്ള വചനമാണ്, ഏതൊക്കെ തരത്തിലുള്ള അപ്പമാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചത്? അത് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എന്നിട്ട് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന്. അത് ഏതൊക്കെ തരത്തിലുള്ള ആഹാരമാണ്? പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ആഹാരം, പാപത്തെ അതിജീവിക്കാനുള്ള ആഹാരം, പാപം ചെയ്യാൻ, തിന്മ ചെയ്യാൻ തോന്നുന്ന ആ അവസ്ഥയെ അതിജീവിക്കാനുള്ള ആഹാരം. ഏതൊക്കെ സമയത്താണോ പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകുന്നത്, ആ സമയങ്ങളെയും ആ പൈശാചിക ഉപദ്രവങ്ങളെയും അതിജീവിക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. വലതുകരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ്, എങ്ങനെയാണ് പിശാച് നമ്മളെ ആക്രമിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞു, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം വിശപ്പ് അത് പല തരത്തിലുണ്ട്. ഒന്ന്, ഈ സുവിശേഷത്തിൽ കണ്ടതുപോലെ വയറിൻ്റെ വിശപ്പായിരിക്കും. പിന്നെ ശരീരത്തിൻ്റെ വിശപ്പുണ്ട്, വികാരങ്ങളുടെ വിശപ്പുണ്ട്, ചിന്തയുടെ വിശപ്പുണ്ട്, ബുദ്ധിയുടെ വിശപ്പുണ്ട്, രോഗത്തിൻ്റെ വിശപ്പുണ്ട്. പലതരത്തിലുള്ള വിശപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിനെയൊക്കെ ആ സമയത്തൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം കർത്താവേ എന്ന്. അത് പ്രിയപ്പെട്ടവരെ, കേവലം ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമല്ല, വെറും വയറിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ല അത്. ശരീരത്തിൻ്റെ ആയാലും ബുദ്ധിയുടേതായാലും മനസ്സിൻ്റെതായാലും ഏത് തരത്തിലുള്ള വിശപ്പിനെയും അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ഭക്ഷണത്തെ പ്രതി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ജീവിതം തകർന്നു പോയ ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാം. ആദ്യം തന്നെ ആദവും ഹവ്വായും. ഈ പിശാച് ഇങ്ങനെ ഒരു ഭക്ഷണ സാധനം കാണിച്ചു കൊടുത്താണ് ആദത്തെ ഹവ്വായെയും ഇത്രയേറെ നശിപ്പിച്ച് തകർത്ത് കളഞ്ഞത്. പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം, ഏസാവ് തൻ്റെ ജ്യേഷ്ഠപുത്ര സ്ഥാനം അനുജന് കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു കോപ്പ പായസത്തിന് വേണ്ടിയിട്ട്. അതും വിശപ്പിനെ പ്രതിയാണ്. ഇങ്ങനെ വിശപ്പിനെ പ്രതി തകർന്നവരും ജീവിതം കളഞ്ഞവരും ഒട്ടനവധിയാണ്. ഇന്നും നമ്മളിൽ പലരും പലപ്പോഴും അല്പം വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ്. അത് വികാരത്തിൻ്റെ വിശപ്പാകാം, ശരീരത്തിൻ്റെ വിശപ്പാകാം, ആവശ്യങ്ങളുടെ വിശപ്പാകാം. അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും പലപ്പോഴും പാപത്തിലേക്കും തിന്മയിലേക്കും വീഴുന്നത് എന്നോർക്കണം. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറഞ്ഞു, മനുഷ്യൻ ഇങ്ങനെയുള്ള വിശപ്പുകൾ അകറ്റുന്നത് അത് വെറും അപ്പം കൊണ്ടല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 15-ാം വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്തു. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും പ്രദാനം ചെയ്തു. വചനം ഭക്ഷിച്ച് തൃപ്തരാകുന്ന ഒരു വ്യക്തിയായിരിക്കണം, ഒരു ജനതയായിരിക്കണം, സമൂഹമായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതല്ലേ കർത്താവ് ഇത്ര വ്യക്തമായിട്ട് ഇപ്രകാരം പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല,
പ്രത്യുത ദൈവത്തിൻ്റെ വചനം കൊണ്ട് കൂടിയാണ് എന്ന്. ഇവിടെ വീണ്ടും നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ ഈ വചനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഈശോ തൻ്റെ കഴിവുകൾ ഒന്നും തന്നെ സ്വന്തം കാര്യത്തിൻ്റെ സാധ്യത്തിനായിട്ട് ഉപയോഗിച്ചില്ല. കർത്താവ് കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ വീഞ്ഞില്ലാതായപ്പോൾ തൻ്റെ കഴിവ് വിനിയോഗിച്ചു. അങ്ങനെ വെള്ളത്തെ വീഞ്ഞാക്കി. നമുക്കറിയാം, അവിടെ കർത്താവ് തൻ്റെ സിദ്ധികളും കഴിവുകളും ഉപയോഗിച്ചത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ആ ഒരു ജനതയ്ക്കും അവിടെ കൂടിയ സമൂഹത്തിനും വേണ്ടിയിട്ടാണ്. വീണ്ടും 5 അപ്പം 5000-ങ്ങൾക്കായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. അതും സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടല്ല, ആ വലിയ ഒരു സമൂഹത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് പിതാവായ ദൈവം കൊടുത്ത സിദ്ധി ഈശോ ഉപയോഗിച്ചത്. പിന്നെയും നമുക്കറിയാം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് ഒരിക്കലും കഴിവുകളെ, സിദ്ധികളെ സ്വന്തം കാര്യസാധ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന്. യൂദാസ് ഒറ്റുകൊടുക്കാൻ വന്നു, കർത്താവിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ നിന്നുകൊടുത്തു, പിടിക്കപ്പെടട്ടെ, പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ സുവിശേഷത്തിൽ ഏതൊരു സന്ദർഭത്തിലും മറ്റുള്ളവർ കൊല്ലാനായിട്ട് വന്നു, പടയാളികൾ പിടിച്ചു കൊല്ലാൻ വന്നു. ഈശോ ആരെയും കൊന്നില്ല. സ്വയം രക്ഷപ്പെടാനായിട്ട് ഒരാളെ പോലും കൊല്ലുകയല്ല ചെയ്തേ, നിന്നുകൊടുക്കുക ചാകാനായിട്ട്. അങ്ങനെയുള്ള കർത്താവിന് ഈ വചനത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിലെ ഈ സുവിശേഷ വചനത്തിൽ ആ കല്ലിനെ അപ്പമാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇല്ല ചേട്ടാ, കഴിവുണ്ടായിരുന്നില്ലേ? പിന്നെ എന്തേ കർത്താവ് ചെയ്യാതിരുന്നത്? കർത്താവിനറിയാം അത് സ്വന്തം കാര്യത്തിനായിട്ട് മാറുമെന്ന്. അവിടെ വെച്ച് ആ പരീക്ഷയുടെ സമയത്ത് അത് ചെയ്താൽ, ആ കല്ലിനെ അപ്പമാക്കിയാൽ അത് സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം വയറ് നിറയ്ക്കുന്ന പദ്ധതിക്ക് വേണ്ടി ദൈവം തന്ന സിദ്ധിയെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് കർത്താവ് ചെയ്തില്ല. ബാക്കിയുള്ളവരെ വിശപ്പകറ്റിയ കർത്താവ്, അത്ഭുതത്തിലൂടെ മറ്റുള്ളവരെ വിശപ്പകറ്റിയ കർത്താവ്, അതേ വിശപ്പ് തനിക്ക് അനുഭവപ്പെട്ടപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചില്ല. അത്ഭുതകരമായി മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് താൻ മരിക്കുമെന്ന് കണ്ടപ്പോൾ ഒന്നും ചെയ്തില്ല. അത്ഭുതകരമായ വിധത്തിൽ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവ് സ്വന്തം ശരീരത്തിൽ മുറിവേറ്റു എന്നല്ലാതെ ആ മുറിവുകളെ ഉണക്കാനായിട്ട് ഒരിക്കലും പരിശ്രമിച്ചില്ല. മറ്റുള്ളവരൊക്കെ കൊല്ലാൻ വന്നപ്പോൾ അവരിൽ നിന്നും ഓടിയകലാൻ കർത്താവ് പരിശ്രമിച്ചില്ല, ഒരു തരത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ അർത്ഥതലത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഈശോ നമ്മളോട് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് നമുക്ക് തരുന്ന സിദ്ധികള്, ദൈവികമായ കൃപകള് സ്വന്തം കാര്യസാധ്യത്തിനോ സ്വന്തം വളർച്ചയ്ക്കോ സ്വന്തം ഉയർച്ചയ്ക്കോ വേണ്ടി ഉപയോഗിക്കരുത് എന്ന്. പൊതുസമൂഹത്തിന് വേണ്ടിയാണ് കർത്താവ് ഓരോ വ്യക്തികൾക്കും ദൈവികമായ കൃപകളും ദൈവികമായ സിദ്ധികളും പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാനൊന്ന് തൊട്ടപ്പത്തേനും ചട്ടുകാലന് സുഖപ്പെട്ടു എന്ന്. ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേനും രോഗി സൗഖ്യം പ്രാപിച്ചു എന്ന്. ഞാനൊന്ന് കൈ ഉയർത്തിയപ്പോഴത്തേനും എല്ലാ അസുഖങ്ങളും വിട്ടുമാറിയെന്ന്. ഞാനൊന്ന് നോക്കിയേയുള്ളൂ പശുവിൻ്റെ അസുഖം മാറിയെന്ന്. ഞാനൊന്ന് ചിന്തിച്ചപ്പോഴത്തേനും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന്. എവിടെയൊക്കെയാണോ ഈ ഞാൻ 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 എന്നും പറഞ്ഞ് വാക്ക് മുഴങ്ങി പൊങ്ങി വരുന്നത്, അത് പിശാചിൻ്റെ തന്ത്രമാണ്, അത് പിശാചിൻ്റെ സൂത്രമാണ്. കൃപയിലും വരങ്ങളിലും വളരുന്ന ഒരാളെ തകർത്ത് കളയാനായിട്ട് പിശാച് ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം വന്നു, ഞാൻ പറഞ്ഞപ്പോൾ ഇന്നത് സംഭവിച്ചു എന്ന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയുടെ ശക്തി നമുക്ക് കർത്താവ് തന്ന എല്ലാ കൃപയും കളയാനായിട്ട്, നമ്മളെ തകർത്ത് കളയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രലോഭനങ്ങളിൽ അത്രയേറെ വിശന്നിട്ടും കല്ലിനോട് അപ്പമാകാനായിട്ട് പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി,
ഹല്ലേലൂയ. വീണ്ടും രണ്ടാമത്തെ പ്രലോഭനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം, ഈശോയെ പിശാച് എവിടെയാ കൊണ്ടുപോയി നിർത്തിയത്? ഒരു ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഇവിടുന്ന് താഴോട്ട് ചാടിക്കോ, ദൈവദൂതന്മാർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, പൈശാചികമായ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ഈ പിശാച് പറയുന്ന പോലെ നമ്മൾ ചാടാൻ തുടങ്ങിയാൽ ആ ചാട്ടം ദൈവദൂതന്മാരുടെ കയ്യിലല്ല ചെന്ന് അവസാനിക്കുന്നത്, പിശാചിന്റെ വായിലാണ് ചെന്ന് അവസാനിക്കുന്നത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണം, എവിടെയാ പിശാച് ഈശോയെ കൊണ്ടുപോയി നിർത്തിയെന്ന്? എവിടെയാ കൊണ്ടുപോയി നിർത്തിയത്? ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി, ഉള്ളിലേക്ക് കൊണ്ടുവന്നില്ല. ദേവാലയത്തിന്റെ മുകളിലേ നിർത്തിയുള്ളൂ, ഉള്ളിലേക്ക് വരാൻ സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പലരും പറയാറില്ലേ, എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവാനുഭവം കിട്ടുന്നില്ല, ഒരു നിയോഗം പോലും സാധിച്ച് ശരിയാകുന്നില്ല, ഒന്നും തന്നെ ശരിയാകുന്നില്ല. എന്താണെന്നോ? പിശാച് നമ്മളെയും പലപ്പോഴും ദേവാലയത്തിന്റെ മുകളിലാ നിർത്തുന്നേ, ഉള്ളിലോട്ട് വരാൻ സമ്മതിക്കുകയില്ല. മുകളിൽ നിന്നാലുള്ള പ്രത്യേകത എന്നതാ? പുറം കാഴ്ചകളെ കാണുകയുള്ളൂ. ഉള്ളിലേക്ക് വന്നാലേ, ദേവാലയത്തില് അകത്തേക്ക് വന്നെങ്കിലേ, ഈ സക്രാരിയുടെയും അൾത്താരയിലെയും അടുത്തേക്ക് വന്നെങ്കിലേ കർത്താവിനെ കാണാനും ദൈവാനുഭവത്തോടെ പ്രലോഭനങ്ങൾ കൂടാതെ, പല വിചാരങ്ങൾ കൂടാതെ പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അത് പിശാച് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏതെങ്കിലും മനുഷ്യരെ ആകർഷിച്ചേക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മായാജാല വിദ്യകൾ കാണിച്ചിട്ടല്ല. കർത്താവിൻ്റെ വഴി അത് പ്രാർത്ഥനയുടെ വഴിയാണ്. ഈശോയുടെ വഴി അത് സഹനത്തിന്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി അത് ത്യാഗത്തിന്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി അത് വേദനയുടെ വഴിയാണ്. അതിലൂടെയാണ് കർത്താവ് നമ്മളെ നേടിയെടുത്തതും ഈ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കിയതും. വലതുകരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളും ഓർത്തു നോക്കണം, എന്തേ എനിക്ക് പ്രാർത്ഥനാനുഭവം കിട്ടുന്നില്ലെങ്കിൽ എന്താ കിട്ടാത്തതെന്ന്. ഇത്രയും കാലം നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ചെറിയ പ്രലോഭനത്തെ പോലും അതിജീവിക്കാനായിട്ട് സാധിക്കാത്തതെന്ന്. ദേഷ്യമെന്ന പ്രലോഭനം വരും, അരിശമെന്ന പ്രലോഭനം വരും, വൈകാരികമായ വികാരങ്ങൾ വരും, മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ആഗ്രഹങ്ങൾ വരും. എന്തേ എനിക്ക് ഇതിനെയൊന്നും അതിജീവിക്കാൻ പറ്റാത്തതെന്ന്. ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനകൾ കൊണ്ട് ശരീരവും മനസ്സും ഓരോ ശരീരകോശങ്ങളും നിറയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പൈശാചികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കാത്തത്. അതിന് പകരം ഞൊട്ടുഞൊടുക്ക് വിദ്യകൾക്കായി ചിലപ്പോൾ നമ്മൾ പോകും. എങ്ങനെയാണ് പിശാചുക്കളെ പുറത്താക്കാൻ പറ്റുന്നതെന്ന് കർത്താവ് ഈ വിശുദ്ധ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ശിഷ്യന്മാര് ഒരിക്കൽ ഈശോയോട് ചോദിച്ചു, മർക്കോസിന്റെ സുവിശേഷത്തില്, കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാ ഈ പിശാചുക്കളെ ആ മനുഷ്യനിൽ നിന്ന് പുറത്താക്കാൻ പറ്റാതെ വന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാചിനെ ആ മനുഷ്യനിൽ നിന്ന് പുറത്താക്കാൻ പറ്റാതെ വന്നത്? ഈശോ എന്നാ ഉത്തരം പറഞ്ഞേ? നിങ്ങൾ കുറച്ച് കുന്തിരിക്കം പോക്കാത്ത കാരണമാണെന്ന് പറഞ്ഞോ? എന്നാ പറഞ്ഞേ? ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ ജാതികളെ പുറത്താക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് ഉത്തരം കിട്ടി. എന്തിനാ കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതെന്ന് ഉത്തരം കിട്ടിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? സർവ്വത്തിന്മയുടെ ശക്തികളെയും മനുഷ്യവംശത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ആട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ശക്തി സംഭരിക്കുകയായിരുന്നു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ. വലതുകരം ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.